സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു പുളിയിഞ്ചി. ഇത് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ചൊരു ട്വിസ്റ്റോട് കൂടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു ഐറ്റം തന്നെയായിരിക്കും. അപ്പോൾ ചെറിയൊരു ട്വിസ്റ്റ് ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ചൂടാക്കി എടുത്തിട്ടുള്ള മൺചട്ടിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളതൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതിലേക്ക് ഇതാ 1 കപ്പ് നല്ല കുഞ്ഞു കുഞ്ഞായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണ്ട, നല്ല ഇങ്ങനെ ഏകദേശം മുരിഞ്ഞ് വരുന്ന പാകത്തിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഏകദേശം ഒന്നിങ്ങനെ ആയി വരുന്നതോട് കൂടിയിട്ട് നമുക്കതിലേക്ക് ഇതാ ഒരു 6 അല്ലെങ്കിൽ 7 പച്ചമുളക് അതിട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ടൈമും കൂടി ആ ഒരു പച്ചമുളകും കൂടി ഒന്ന് റോസ്റ്റ് ആയി വരുന്നവരെ വഴറ്റിയിട്ടെടുക്കണം. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ല, കളർക്ക് ഏകദേശം ഒന്ന് ചേഞ്ചായിട്ട് റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാനൊരു 2 കപ്പ് പുളി ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടില്ല കേട്ടോ. ഏകദേശം ഒരു അത്യാവശ്യം നല്ല വലിപ്പത്തിലൊരു ഉണ്ട എടുത്തിട്ട് കുതിർത്തി എടുത്തിട്ടുള്ള ആ ഒരു പുളിയുടെ വെള്ളമാണ് 2 കപ്പ് ഉണ്ട്. അതുപോലെ 1 കപ്പ് നല്ല ശർക്കരപ്പാനി, അത്യാവശ്യം നല്ല കട്ടിയുള്ള ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂൺ കൊണ്ട് മുകളിൽ കണ്ട് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഒന്നിച്ചതെല്ലാം കൂടെ നന്നായിട്ടങ്ങ് കുറുക്കിയിട്ടെടുത്താൽ മതി. ഏകദേശം ഇങ്ങനെ തിക്കായി വരുന്ന പാകം നമുക്കറിയാമല്ലോ, ഇതുവരെ ഒന്ന് കുറുക്കിയിട്ടെടുക്കണം. ഏകദേശം ഒന്നായി വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് ഒരു ചെറിയ പീസ് കായ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇത് നല്ലപോലെ ഒന്ന് കുറുകിയിട്ട് വരട്ടെ. അപ്പോൾ അതുപോലെ നന്നായിട്ട് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. വല്ലാണ്ട് അങ്ങ് കുറുകി എടുക്കേണ്ട, ഒന്ന് തണുത്ത് വരുമ്പോൾ ഒന്നും കൂടെ കുറുകിയിട്ട് വരും. പിന്നെ നമുക്ക് ഇതിലേക്ക് ചെറിയൊരു കാര്യം കൂടി ചെയ്യേണ്ട, അപ്പോൾ ഒന്നും കൂടെ തിക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു രീതിക്കായാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിലും മധുരവും അതേപോലെ പുളിയും ഉപ്പൊക്കെ കണക്കാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് കണ്ടിട്ട് തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ എന്തായാലും ഈ പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിങ്ങനെ ഇടയ്ക്ക് നമുക്ക് ആ ഒരു തേങ്ങയും കൂടി ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ആ ഒരു പുളിയിഞ്ചിൻ്റെ ലെവൽ തന്നെ വേറെ ലെവലായി പോകും കേട്ടോ. അത്രയ്ക്ക് നല്ല അടിപൊളിയാണ്. അപ്പോൾ അത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് ഞാൻ വെളിച്ചെണ്ണയിൽ കടുകും അതുപോലെ കറിവേപ്പിൻ്റെ ഇലയും വറ്റൽമുളക് കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ ഈ ഓണത്തിന് പുളിയിഞ്ചി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇതുപോലെ തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടിട്ട് നോക്കൊണ്ട് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇത് തണുത്ത് വന്നതിന് ശേഷം ഒരു ബോട്ടിലാക്കിയിട്ട് വെച്ചാൽ മതി കേട്ടോ. ഒരു 3-4 ദിവസമൊക്കെ കേടുകൂടാണ്ട് പുറത്ത് തന്നെ ഇരിക്കും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.